കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഇഷാസ് കൃഷിക്കൂട്ടം സംരംഭം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മില്ലറ്റ് കഫേ പ്രവർത്തനം ആരംഭിച്ചു. കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന് സമീപം ആരംഭിച്ച മില്ലറ്റ് കഫേ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഇഷാസ് കൃഷിക്കൂട്ടം സംരംഭം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മില്ലറ്റ് കാഫേ പ്രവർത്തനം ആരംഭിച്ചു. കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന് സമീപം ആരംഭിച്ച മില്ലറ്റ് കാഫേ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിൽ ചെറുധാന്യങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മലയാളികൾ ഭക്ഷണശീലങ്ങൾ ക്രമപ്പെടുത്തി ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആരോഗ്യപരമായ ജീവിതം നയിക്കാനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു വർഷം 40 ലക്ഷം ടൺ അരി വേണ്ടയിടത്ത് നമുക്ക് പക്ഷേ ഇപ്പോൾ ഒരു 29 ലക്ഷം ടൺ കിട്ടിയാലൊക്കെ ഒരു വർഷം നമുക്ക് പോവാം. കാരണം നമ്മൾ കുറച്ച് കേരളത്തിലുള്ള ആൾക്കാർ കുറച്ച് ഗൾഫിൽ പോയതുകൊണ്ടൊന്നുമല്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന വിശേഷണമുള്ള നമ്മളിപ്പോൾ അരിയാഹാരം കുറയ്ക്കുന്ന മലയാളിയായി മാറി. അതിൻ്റെ കാരണം പ്രമേഹ രോഗമാണ്. വീശി അടിച്ചു, ചില കാറ്റൊക്കെ വീശി അടിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞവരാണ് പ്രമേഹ രോഗം വന്ന് കയറാത്ത വീടില്ലാന്ന തരത്തിലേക്ക് എത്തി. പ്രമേഹ രോഗികളില്ലാത്ത വീട് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്ന തരത്തിലേക്ക് കേരളീയരിലേക്ക് അതെല്ലാം എത്തി. എന്തുകൊണ്ടല്ല എത്തുന്നു? അച്ഛന് പ്രമേഹ രോഗമുണ്ട്, അമ്മയ്ക്ക് പ്രമേഹ രോഗമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് മാത്രം നമ്മൾ അതിൻ്റെ പേരിൽ ഒരു വിധി കൽപ്പിക്കാൻ നിൽക്കേണ്ടതില്ല. നമ്മൾ തന്നെ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളുടെയും ഫലമായിട്ട് അത് വന്നു കയറി. ഇപ്പോൾ നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ നിൽക്കുന്ന അവസരത്തിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന പോലാണ് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷെ നമുക്കതിനോട് വലിയൊരു താല്പര്യമുള്ളതായി മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ നമ്മൾ ചേർക്കാൻ തുടങ്ങി. എന്താ ഈ സംഭവം, ഈ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായി 2023 ആചരിച്ചു. ലോകരാജ്യങ്ങൾ ഇതിൽ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ലോകരാജ്യങ്ങൾക്ക് എന്തെല്ലാം പരിപാടി നടക്കുന്നു? റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, ഗാസ പാലസ്തീൻ പ്രശ്നങ്ങൾ, ട്രംപ് അങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ നിൽക്കുന്നിടയ്ക്ക് ഈ കുഞ്ഞൻ സാധനത്തിന് വേണ്ടി, ചെറുധാന്യത്തിന് വേണ്ടി ലോകങ്ങൾ അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യവുമുണ്ട്. ഈ രാഷ്ട്രത്തലവന്മാരെല്ലാം ഡൽഹിയിൽ സമ്മേളിക്കാൻ വന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ചേർന്നത് നമ്മുടെ കേരളത്തിൽ കുമരകത്താണ്. ഈ G20 രാജ്യങ്ങളുടെ തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ ഡിസ്കഷനിനകത്തും ചർച്ചയ്ക്കകത്തും ഒരു ഘടകം ഈ മില്ലറ്റാണ്, ചെറുധാന്യങ്ങളാണ്. ചെറുധാന്യങ്ങളുടെ പ്രസക്തി, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം, എന്താ ഇതിൻ്റെ പ്രസക്തി, എന്താ ഇതിൻ്റെ പ്രാധാന്യം? ഇത് ഗുണമേന്മയുള്ളതാണ് എന്നുള്ളതാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ്. അരിയും ഗോതമ്പും കഴിക്കുന്നത് പോലുള്ള പ്രശ്നം ഇതിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ലോകം ചിന്തിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതൂഷ രാജു, അംഗങ്ങളായ എസ് രേഖ, രജനി ബിജു, മിനി മോഹൻ ബാബു, ഇ ശ്രീദേവി, ആർ രാജേഷ്, ആർ രാധാകൃഷ്ണൻ, ലീന രാജു, പി സ്വാമിനാഥ്, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബി സ്മിത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമാറാണി, കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ജിസി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ജെ പോൾ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ശശിധരൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഡേവിഡ്, BJP മണ്ഡലം പ്രസിഡന്റ് ആർ ധനഞ്ജയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ, ബി സുരേഷ്, എസ് ആസാദ്, ബാങ്ക് പ്രസിഡന്റ് ശ്രീകുമാർ, ഇഷാസ് കൃഷിക്കൂട്ടം സെക്രട്ടറി ചഞ്ചല തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.